CPM ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തി കേട്ടോ. CPM ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തി, എങ്ങനെ തോറ്റുപോയി എന്നുള്ളതിന്റെ കാരണങ്ങളൊക്കെ അവർ കണ്ടെത്തി. കാരണങ്ങളൊക്കെ ആര് പറഞ്ഞു? നീറ്റായിട്ട് ബ്രാഞ്ച് കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ പറഞ്ഞു തോൽക്കാനുള്ള കാരണം എന്താണ്. 1, 2, 3, 4, 5 അക്കമിട്ട് പറഞ്ഞു. ഇതൊക്കെ കേട്ടു, പക്ഷേ മിണ്ടുന്നില്ല. ഇത് അവസാനം സംസ്ഥാന സമിതി ഇപ്പൊ ഇങ്ങോട്ട് റിപ്പോർട്ടാക്കിയപ്പോ റിപ്പോർട്ടിലാവുന്നില്ല. റിപ്പോർട്ട് ഒക്കെ മുക്കി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം CPM നന്നാവില്ല. CPMന് തിരുത്താനുള്ള ഒരു പരിപാടിയില്ല, തിരുത്താനുള്ള പരിപാടിയില്ല. ഇങ്ങനെ പോകും, ഇങ്ങനെ പോയി ഞങ്ങൾ നശിക്കും, ഞങ്ങൾ കേരളത്തിൽ ഇല്ലാണ്ടാകും എന്നങ്ങോട്ട് തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ബിജു പർവത്തിന്റെ ഈ മൂന്നാമത്തെ പരമ്പരയിലുള്ളത്. മൂന്നാമത്തെ പരമ്പരയുടെ ഈ ഭാഗത്തുള്ളത് വളരെ വളരെ എന്താ പറയാ ഇൻഫോർമേറ്റീവായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പറയുന്നത് എന്താ അറിയോ? തിരുത്തൽ രേഖകളിൽ മാത്രം. CPMന്റെ തിരുത്തൽ എന്തിൽ മാത്രമേ ഉള്ളൂ? രേഖകളിൽ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇത് പ്രാവർത്തികമാക്കില്ല. പ്രാവർത്തികമാക്കിയാൽ ആര് പുറത്താകും? നിങ്ങൾ പറ. അതായത് ഇപ്രാവശ്യത്തെ ആരോപണങ്ങൾ എങ്ങനെ തോറ്റു എന്നുള്ളതിന്റെ ആരോപണങ്ങൾ ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞാൽ കാരണഭൂതമാണ് തകരാറെന്നാണ് ആൾക്കാരൊക്കെ പറയുന്നത്. കാരണഭൂതത്തിന്റെ ശരീരഭാഷ, കാരണഭൂതത്തിന്റെ പെരുമാറ്റം, കാരണഭൂതത്തിന്റെ ഡാഷിന്റെ മോൻ വിളി, വീട്ടിൽ പോയി ചോദിക്കുന്നുള്ള ആ പരുക്കൻ ഭാഷ, ഇയാളെ വെറുത്തുപോയിട്ടും ഇയാളുടെ തല ലോകം മുഴുവനും വലിയ ഹോർഡിങ്ങുകളിൽ വെച്ചിട്ട് ഞാനല്ലാതെ മറ്റാരുണ്ട്. അവസാനം ജനങ്ങള് തെരഞ്ഞു പോയി ഇയാളല്ലാതെ വേറെ ആരാണുള്ളത് എന്ന് തെരഞ്ഞു പോയി ഓർക്ക് വോട്ട് ചെയ്ത് അവരെ ജയിപ്പിച്ചു. അപ്പൊ ഇതൊക്കെയാണ് സംഭവിച്ചത് എന്ന് ജനങ്ങൾക്കറിയാം, ഈ പാർട്ടിക്കാർക്കും അറിയാം. അതുകൊണ്ടാണ് തോൽപ്പിച്ചത് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് തോൽവിക്കുള്ള ഹേതുമത്ഭൂതകാലം അല്ലേ? പിണറായി വിജയനാണ് തോൽവിക്കുള്ള കാരണം. പിന്നെ ആരുണ്ട്? പിന്നെ അപ്പൻ ഗോവിന്ദനുണ്ട്. ഇപ്പൊ തളിപ്പറമ്പിൽ എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ. തളിപ്പറമ്പിൽ എന്തുകൊണ്ട് തോറ്റു? തളിപ്പറമ്പിൽ ഈ MP ഗോവിന്ദന്റെ അപ്പൻ ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. ഇത് ജില്ലാ കമ്മിറ്റിയിൽ ആരും അംഗീകരിച്ചില്ലാന്നേ. അവരെ അപ്പോഴേ പറഞ്ഞു ശ്യാമള മത്സരിച്ചാൽ ശ്യാമള തോൽക്കും. ഇതിപ്പോ എല്ലാവർക്കും അറിയുന്നല്ലേ ശ്യാമള എന്ന് പറയുന്ന, ഞാൻ പല തവണ പറഞ്ഞതാണ്, പ്രവാസി വ്യവസായിയായ സാജന്റെ കൊലക്ക് ഉത്തരവാദിയായ, മരണത്തിന് ഉത്തരവാദിയായ, കൊലയല്ല മരണത്തിന് ഉത്തരവാദിയായ, മരണത്തിലേക്ക് നയിച്ച ഒന്നാം പ്രതിയാണ് ആര്? ശ്യാമള. ഈ പാർട്ടിയിൽ ശ്യാമളക്ക് എന്താ പറയാ വലിയ സ്ഥാനം എന്നൊക്കെയാ പറയുന്നത്. എന്ത് സ്ഥാനം? ആ സുകന്യയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു, പക്ഷെ ഒന്നും കേട്ടില്ല. അപ്പൻ ഗോവിന്ദൻ അല്ലെങ്കിൽ പിന്നെ അപ്പൻ ഗോവിന്ദന്റെ ഭാര്യ, അങ്ങനെ പിടിവാശി പിടിച്ചു. അപ്പൻ ഗോവിന്ദൻ തന്നെ കാർഡ്ബോധം സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ കാർഡ്ബോധത്തിന്റെ എല്ലാ തോന്നിയാസവും അപ്പൻ ഗോവിന്ദൻ അംഗീകരിക്കണമെങ്കിൽ അപ്പൻ ഗോവിന്ദന്റെ ചില തോന്നിയാസങ്ങൾ കാരണബോധവും എന്ത് ചെയ്യണം? സഹകരിക്കണമല്ലോ. അതൊരു കൊടുക്കൽ വാങ്ങലല്ലേ. എന്നിട്ട് അവസാനം പറഞ്ഞു ഇത് എന്താ പറയാ ജില്ലാ സെക്രട്ടറി മറ്റേ പെട്ടിതൂക്കി KK രാഗേഷ് എന്ന് പറഞ്ഞ പെട്ടിതൂക്കി ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് വന്ന ഒരു ശ്രദ്ധക്കുറവാണ്. ജില്ലാ സെക്രട്ടറിനെ കൊണ്ട് യമനെ തന്നെ വേണമെന്ന് പറയിപ്പിച്ചത് ഗോവിന്ദനാണ് എന്ന് പറഞ്ഞാൽ തളിപ്പറമ്പിൽ TKG ജയിക്കാൻ, തളിപ്പറമ്പിൽ നേരത്തെ ഞാൻ മത്സരിക്കണമെന്നൊന്നും TK ഗോവിന്ദൻ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന തോന്നിയാസം കാണിച്ചപ്പോഴാണ് TKG പറഞ്ഞത് ഇത് ശരിയല്ല, ശ്യാമളിനെ എങ്ങനെ മത്സരിപ്പിക്കാൻ പറ്റൂല, ശ്യാമളിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ ഞാനിതാ സ്ഥാനാർത്ഥിയാവുന്നു എന്ന് പറഞ്ഞിട്ട് TKG സ്ഥാനാർത്ഥിയായത്. TKG എന്നിട്ട് കൂക്കി വിളിച്ചു അല്ലെ? TKG കൂക്കി വിളിച്ചിട്ടൊന്നും കാര്യമില്ലടോ. കൂക്കി വിളിച്ച ആൾക്കാരൊക്കെ പോയി കണ്ട് TKGക്ക് വോട്ട് ചെയ്തു. നിങ്ങളെ പാർട്ടിയിൽ ആൾക്കാരെ വോട്ട് ചെയ്തു. അവസാനം KK രാഗേഷ് എന്താ പറഞ്ഞത്? അത് പള്ളി എന്ന് പറഞ്ഞിട്ട് കുറെ മുസ്ലിങ്ങൾ വന്ന് വോട്ട് ചെയ്തിട്ടാണ്. ഓമിനെ പറയുന്നത് നമ്മൾ കേൾക്കണ്ട, കാരണം വിവരമില്ലാത്തവരാണ്, ഒരു വകക്ക് കൊള്ളാത്തവരാണ്. ഓനങ്ങനെ പലതും പറയും, പല വട്ടത്തരം പറയും. ബഹുജനമല്ല പൊതുജനം എന്ന് പറഞ്ഞ ഞാൻ ഡാഷിന്റെ മോനെ എന്നൊന്നും എന്നെ വിളിക്കുന്നില്ല. കാരണം പിണറായി വിജയൻ അല്ലല്ലോ നമുക്ക് അത്യാവശ്യം പിണറായി വിജയന്റെ മാതിരി ഇങ്ങനെ തറന്നാടാൻ പറ്റില്ല. അത് പോട്ടെ. ഏതായാലും തളിപ്പറമ്പിൽ പാർട്ടി എങ്ങനെ തോറ്റു എന്നുള്ളതിന് സഖാക്കൾ മുഴുവൻ പറയുന്നുണ്ട്. തോൽക്കാനുള്ള ഏക കാരണം ആരാണ്? ഈ അപ്പൻ ഗോവിന്ദനാണ്. അത് എന്നിട്ട് ഈ ജില്ലാ സെക്രട്ടറിന്റെ തലയിലിട്ടു. ഈ പയ്യന്നൂര് തോൽക്കാനുള്ള കാരണം ആരാണ്? നിങ്ങൾ തന്നെയാണ് കാരണം. രക്തസാക്ഷി ഫണ്ട് കൊള്ളയടിച്ചു എന്ന് പറഞ്ഞ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി. രക്തസാക്ഷി ഫണ്ട് കൊള്ളയടിച്ചു. ആര് കൊള്ളയടിച്ചു? TI മധുസൂദനും കൂട്ടരും കൊള്ളയടിച്ചു. അത് മാത്രമല്ല ഒരുപാട് കൊള്ള നടന്നിട്ടുണ്ട്. പാർട്ടി ഓഫീസ് ഉണ്ടാക്കുന്നതിൽ കൊള്ള, അതൊക്കെ പോട്ടെ.
രക്തസാക്ഷി ഫണ്ട്, ധനരാജന്റെ രക്തസാക്ഷി ഫണ്ട് കൊള്ളയടിച്ചു എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ ആളെ പുറത്താക്കി അയാളെ കള്ളെന്ന് വിളിച്ചു. ഒക്കെ സഹിക്കാം. എന്നിട്ട് ഈ പറയുന്ന കട്ടുമുടിച്ചവനെ പിടിച്ചുകാണ്ട് സ്ഥാനാർത്ഥിയാക്കി. എങ്ങനെയുണ്ട്? അപ്പോഴാണ് അവിടെ കുഞ്ഞികൃഷ്ണൻ മത്സരിച്ചത്. കുഞ്ഞികൃഷ്ണൻ ഒരു പുസ്തകം പുറത്തിറക്കി. പുസ്തകത്തിന്റെ പേര് നേതൃത്വത്തെ അണികൾ തിരുത്തണം. അണികൾ തിരുത്തി നേതൃത്വത്തെ. എല്ലാവരും പോയി വരിയായി ആർക്ക് വോട്ട് ചെയ്തു? കുഞ്ഞികൃഷ്ണന് വോട്ട് ചെയ്തു. അങ്ങനെ മധുസൂദനൻ തോറ്റു. അങ്ങനെ പയ്യന്നൂര് തോറ്റതും തളിപ്പറമ്പ് തോറ്റതും ഇത് 2 മണ്ഡലങ്ങളിൽ മാത്രമല്ല പ്രതിഫലിച്ചത്. ഇതിന്റെ എന്താ പറയാ അടിയൊഴുക്കുകൾ സംസ്ഥാനമാകെ വ്യാപിച്ചു എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാര് മുഴുവൻ പാർട്ടിക്കാർക്കല്ല വോട്ട് ചെയ്തത്. അവര് പാർട്ടിക്കാരെ തോൽപ്പിക്കണം. ഇമ്മാതിരി തോന്നിയാസം കളിച്ച പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ തോൽക്കട്ടെ. തോറ്റാലേ അവര് പഠിക്കുള്ളൂ എന്ന് വിചാരിച്ചതാരാണ്? പാർട്ടിക്കാർ തന്നെ. അപ്പൊ CPM-നെ തോൽപ്പിച്ചത് CPM ആണെന്നേ. CPM-കാരാണ് തോൽപ്പിച്ചത്. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെയാണ് നമ്മുടെ കീഴ് ഘടകങ്ങൾ പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ ഷോർട്ട്പുട്ടാക്കി ഇതൊന്നും അല്ലാതെ ആൾക്കാർക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ പാർട്ടി തോൽക്കാൻ കാരണം ഒന്ന് വെള്ളാപ്പള്ളിയാണ് ഒരു പരിധിവരെ അല്ലെ. വെള്ളാപ്പള്ളിയുടെ ചില പരാമർശങ്ങൾ അത് ആ രീതിയിലേക്ക് അതിനെ അഡ്രസ് ചെയ്തില്ല എന്നൊക്കെ ഉള്ളൊരു കാര്യം ശരി. മറ്റേ ശബരിമലയില് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് തെറ്റായിപ്പോയി. ഈ വായിച്ച ആൾക്കാർക്കെതിരെ നടപടി കേട്ടോ. സന്ദേശം വാങ്ങിച്ച ആൾക്കാർക്കെതിരെയും അത് വായിച്ച ആൾക്കാർക്കെതിരെയും ഒരു നടപടിയൊന്നുമില്ല. അത് തെറ്റായിപ്പോയി. ഇവരെ വർത്തമാനം കേട്ടായിരിക്കും UP-ന്ന് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം അവിടുന്ന് ഇങ്ങനെ പറന്ന് വാസവന്റെ കയ്യിലെത്തി. വാസവൻ അത് ചാടിപ്പിടിച്ചു. വാസവൻ അത് വായിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞതേ ഇല്ല. ഏത് യോഗി, എന്ത് യോഗിയല്ലേ ഏടോ കാരണബോധെ താനറിയാതെ മറ്റേ UP മുഖ്യമന്ത്രിയുടെ മറ്റേ ഈ പറയുന്ന സന്ദേശം വരൂടോ. അപ്പൊ ഇതിന്റെ ഒക്കെ മൂല കാരണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ്. അതിന്റെ അടുത്ത കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അപ്പം ഗോവിന്ദനാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പെട്ടി തൂക്കി, നക്കിത്തീനി, പത്തിത്തീനി എന്നൊക്കെ പറഞ്ഞാണ്ടുള്ള പെറുക്കിത്തീനി എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരുപാട് തീനികളുണ്ട്. ഇവരൊക്കെയാണ് പാർട്ടിയെ ഈ രീതിയിൽ തോൽപ്പിച്ചത്. പക്ഷെ ഇതിലൊന്നും തിരുത്തുണ്ടാവില്ല. പാർട്ടിക്ക് തെറ്റൊക്കെ പറ്റിപ്പോയി. പക്ഷെ വ്യക്തികൾക്ക് തെറ്റ് പറ്റില്ല എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം. പാർട്ടിക്ക് ചെറിയ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട്, വ്യക്തികൾക്ക് പറ്റിയിട്ടില്ല. കാരണഭൂതത്തിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല. പറ്റൂല. അയാൾക്ക് എന്ത് തെറ്റ് പറ്റാൻ? അയാൾ ചെയ്തതൊക്കെ ശരിയാണ്. അപ്പം ഗോവിന്ദന് തെറ്റ് പറ്റിയില്ല. പിന്നെ ഈ ജില്ലാ ഓർക്കാൻ പറ്റൂല. പിന്നെ ആർക്കാണ് പറ്റിയത് പാർട്ടിക്കാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി അത്ര മനസ്സിലാക്കിയാൽ മതി. പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് തെറ്റ് പറ്റി, ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഇഷ്ടപോലെ അത്രയ്ക്കേ പറയാൻ നിവൃത്തിയുള്ളൂ, അത്രയ്ക്കേ പറയാൻ സൗകര്യമുള്ളൂ. ഇതാണ് അപ്പം ഗോവിന്ദന്റെ ലൈൻ. ഏതാണ്ട് ഈ ഒരു ലൈനിലാണ് ബിജു പരവത്ത് വളരെ കൃത്യമായി പറയുന്നു, തിരുത്തൽ രേഖകളിൽ മാത്രം എന്നിട്ട് പറയുന്നു. തെറ്റുതിരുത്തൽ ആവശ്യമാണ് എന്ന് CPM-ന് തോന്നിയത് മദ്രാസ് പാർട്ടി കോൺഗ്രസിലാണ്. ആദ്യമായി CPM-ന് തോന്നിയത് തെറ്റ് തിരുത്തണം. പാർട്ടി ഇങ്ങനെ പോയാൽ പാർട്ടി ആകെ മൂടും തള്ളി വീഴുമെന്ന് എപ്പോഴേ മനസ്സിലാക്കിയിട്ടുണ്ട്. മദ്രാസ് പാർട്ടി കോൺഗ്രസിൽ 3 സംസ്ഥാനങ്ങളിൽ അധികാരം നേടുകയും പാർട്ടി സംഘടനാ സംവിധാനം കരുത്താർജിച്ച് നിൽക്കുകയും ചെയ്ത കാലത്ത് സർക്കാരിലും സംഘടനയിലും അതിന്റെ ഭാഗമായി നിലകൊള്ളുന്നവരിലും കുഴപ്പങ്ങൾ സംഭവിച്ചു എന്ന തിരിച്ചറിവിന്റെ തുടർച്ചയായിട്ടായിരുന്നു ആ തീരുമാനം. അക്കാലത്ത് 3 സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ടായിരുന്നു. കേരളത്തിലുണ്ടായിരുന്നു, ത്രിപുരയിലുണ്ടായിരുന്നു, പശ്ചിമ ബംഗാളിൽ 3 സംസ്ഥാനത്ത് ഭരണമുണ്ടായിരുന്നു. പാർട്ടി നല്ല ശക്തമായിരുന്നു. അപ്പോഴാണ് ആ പാർട്ടി ശക്തമായതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളൊക്കെ ഇങ്ങനെ അർമാദിച്ച് പാർട്ടിയെ കുഴപ്പത്തിലാക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തകരും നേതാക്കളൊക്കെ തെറ്റുകൾ തിരുത്തണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം ഉണ്ടായിട്ട്. എന്നിട്ട് എന്താ സംഭവിച്ചത്? അധികാരമോഹവും സ്വാർത്ഥ താല്പര്യങ്ങളും ഇല്ലാത്ത നല്ല കേഡറുകളിലൂടെ പാർട്ടിയെ മാറ്റാനുള്ള പ്രയത്നം. ഇതിന്റെ ഭാഗമായി 1996 കേന്ദ്ര കമ്മിറ്റി തെറ്റുതിരുത്തൽ രേഖ തയ്യാറാക്കി. അപ്പൊ 1996 CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഒരു തെറ്റുതിരുത്തൽ രേഖ പുറത്തിറക്കി. 96 കേട്ടോ. ഓരോ സംസ്ഥാന കമ്മിറ്റിയും ഇത് പരിശോധിച്ച് നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചു. തെറ്റുതിരുത്തൽ നടപ്പാക്കിയിട്ട് 3 പതിറ്റാണ്ടായി എന്ന് പറഞ്ഞാൽ 1996 തന്നെ തെറ്റുതിരുത്തൽ നയരേഖ ഒക്കെ തയ്യാറാക്കി എല്ലാ സംസ്ഥാന സമിതികളിലേക്ക് ഇതൊക്കെ അയച്ചു. എത്രയായി? 3 പതിറ്റാണ്ടായി, 30 വർഷമായി. ഇതിനിടെ ത്രിപുരയിലും ബംഗാളിലും CPM അധികാരത്തിൽ പുറത്തായി. ഒരു തെറ്റും തിരുത്തിയില്ല. അങ്ങനെ ത്രിപുര പോയി, ബംഗാളും പോയി, അവസാനം കേരളം പോയി. അപ്പോഴും കേരളം ഒരു പ്രത്യേക തുരുത്താണെന്നും അതായത് ത്രിപുരയും ബംഗാളും നഷ്ടപ്പെട്ടപ്പോ അപ്പോഴും കേരളം പ്രത്യേക തുരുത്താണ് എന്നും ഒരിളക്കവും സംഭവിക്കില്ലെന്നും ബ്രാഞ്ച് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെയുള്ളവർ സ്വയം വിശ്വസിച്ചു. കേരളത്തിൽ അങ്ങനെ അളക്കാനൊന്നും പറ്റില്ല. കാരണം എന്താ? കേരളത്തിൽ കാരണഭൂതല്ലേ. കാരണഭൂതം
അതൊരു പ്രശ്നമില്ലെന്നേ. കേരളത്തിൽ ഒന്നും സംഭവിക്കില്ല. കാരണഭൂതം ചിരഞ്ജീവിയാണ്. അതായത് കേരളമുള്ള കാലത്തോളം കാരണഭൂതം ഉണ്ടാവും. കാരണഭൂതമുള്ള കാലത്തോളം CPM അധികാരം ഉണ്ടാവും. അങ്ങനെയാണ് ഇവര് വിശ്വസിപ്പിച്ചു. 2021 തുടർഭരണം കിട്ടിയതോടെ പാർട്ടി കേന്ദ്ര ഘടകത്തെക്കാളും ശക്തമായി കേരള ഘടകം. അതാണ് രസം. 2021 തുടർഭരണം വന്നു. അത് ഇങ്ങനെ അറിയാലോ, തുടർഭരണം വന്നുപോയി. കാരണം അവിടെ കോവിഡ് വന്നു. ജനങ്ങളാകെ ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലായി. അതുകൊണ്ടൊക്കെ കാരണഭൂതം രണ്ടാമതും വന്നപ്പോഴത്തേക്ക് കാരണഭൂതം അതിശക്തനായി. അതായത് ദേശീയ ഘടകത്തെക്കാൾ മുകളിലായി കേരള ഘടകം എന്ന് പറയാൻ കേരളം തീരുമാനിക്കും, കാരണഭൂതം തീരുമാനിക്കും. ദേശീയ നേതാവ് എങ്ങനെ രാവിലെ എപ്പം എണീക്കണം, എപ്പം ചായ കുടിക്കണം, എപ്പം മൂത്രമൊഴിക്കാൻ പോകണം എന്നൊക്കെ ആര് പറയും? ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കാരണഭൂതം പറയും. അങ്ങനെ കാരണഭൂതം ശക്തനായി. പക്ഷേ തുടർ ഭരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷത്തിന് തിരിച്ചടിയുണ്ടായി. മാദിക്കല് ലോക്സഭയിൽ പൊട്ടി, തദ്ദേശ സഭയിലും പൊട്ടി. ഓരോ പൊട്ടലിലും ഇവരിങ്ങനെ തെറ്റ് തിരുത്താൻ വേണ്ടി ശ്രമിക്കും. ഒരു തിരുത്തലും ഇല്ല. അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതാ മൂടും കുത്തി വീഴുന്നു അല്ലേ? ഇടതുപക്ഷത്തിനാകെ 35 സീറ്റ്. കഴിഞ്ഞ പ്രാവശ്യം 99 നിന്ന് 35ലേക്ക് CPM 26 സീറ്റ്, വെറും 26 എണ്ണം. CPM 26, CPI 8, വേറെ ഒരു ഘടകകക്ഷിക്കൊന്നും. അങ്ങനെ 26, 8, 34, 35, അങ്ങനെ 35 മാറി. ഇതിന്റെ ഒക്കെ കാരണം എന്ത്? തെറ്റ് തിരുത്തൽ ഇല്ല. തെറ്റ് തിരുത്തൂല. തെറ്റുകളൊക്കെ നമ്മൾ കണ്ടെത്തും, പക്ഷേ നമ്മൾ അത് രേഖയിലാക്കി അവിടെ ഇങ്ങനെ വെക്കും, തിരുത്തില്ല. അങ്ങനെ പക്ഷേ ഫലം മറിച്ചായി. കനത്ത പരാജയം. ഓരോ തിരഞ്ഞെടുപ്പിലും പാർട്ടി വീഴ്ച പരിശോധിച്ചു. കണ്ടെത്തിയ വീഴ്ചകളെല്ലാം 1996 തയ്യാറാക്കിയ തെറ്റുതിരുത്തൽ രേഖയിലുള്ളതിന് സമാനമായിരുന്നു. അതാണ് ഏറ്റവും രസം. 1996 തെറ്റുതിരുത്തൽ രേഖയിലെ കാര്യങ്ങൾ തന്നെയാണ് അതിനുശേഷമുണ്ടായ എല്ലാ തെറ്റുകളും. എന്ന് പറഞ്ഞാൽ പാർട്ടി 1996 തന്നെ തെറ്റുതിരുത്തൽ പ്രാവർത്തികമാക്കിയിരുന്നുവെങ്കിൽ പാർട്ടിക്ക് ഗതികേട് വരില്ലായിരുന്നു. പക്ഷെ പാർട്ടി തിരുത്തില്ല. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് 2021 തുടർഭരണം നേടിയപ്പോൾ അധികാരം ദുഷിപ്പിക്കരുതെന്ന തീരുമാനത്തിൽ പാർട്ടി ഒരു മാർഗരേഖ തയ്യാറാക്കിയിരുന്നു. അതിൽ നേതാക്കളുടെ പെരുമാറ്റം എങ്ങനെയാവണം എന്ന് പറയുന്നുണ്ട്. 2021 പാർട്ടി ഒരു മാർഗരേഖ തയ്യാറാക്കി. അതിൽ നേതാക്കളുടെ പെരുമാറ്റം എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ജനാധിപത്യ ബോധമുള്ളവരായി കേരളീയ സമൂഹം മാറിയിട്ടുണ്ട്. അപ്പം പാർട്ടി പറയാണ്, കേരളീയര് ജനാധിപത്യ ബോധമുള്ളവരാണ്. ഇത്തരത്തിലുള്ള സമൂഹത്തിൽ ജനങ്ങളോട് ജനാധിപത്യപരമായി സംവദിക്കുന്ന രീതി നാം വളർത്തിയെടുക്കണം. എങ്കിൽ മാത്രമേ സമൂഹത്തെ ആകെ നയിക്കാൻ പറ്റുകയുള്ളൂ എന്ന് തിരിച്ചറിയണം. ഇവർക്ക് കാര്യങ്ങളൊക്കെ അറിയട്ടോ. ജനങ്ങളോട് വിനയത്തോടെ ഇടപെടുന്ന ശൈലി തന്നെയാണ് തുടരേണ്ടത്. കൂടുതൽ ജനങ്ങളെ ഒപ്പം അണിനിരത്താനുള്ള ആകർഷകമായ പ്രവർത്തന ശൈലി വളർത്തിയെടുക്കുക എന്നത് വർത്തമാനകാലത്ത് ഏറെ പ്രധാനമാണ്. അങ്ങനെയുള്ള ഒരു നയരേഖയൊക്കെ അവർ തയ്യാറാക്കിയിരുന്നു. അപ്പം 2021 ഈ രേഖ തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ തന്നെയാണ് സർക്കാരിനെ നയിച്ചതും. ഈ രേഖയൊക്കെ തയ്യാറാക്കിയത് പിണറായി വിജയനാണ്. ഈ രേഖയിൽ പറഞ്ഞ കാര്യത്തിന് ഘടകവിരുദ്ധമായിട്ടായിരുന്നു പിണറായി വിജയന്റെ പ്രവർത്തനം. അപ്പം പിന്നെ എന്താ ചെയ്യുക? ബാക്കിയുള്ള ആൾക്കാരൊക്കെ പിണറായി വിജയന്റെ മാർഗം സ്വീകരിച്ചു. പിണറായി വിജയൻ പറഞ്ഞു, ഇത് ജനാധിപത്യ സമൂഹമാണ്, അതുകൊണ്ട് മാന്യമായിട്ട് പെരുമാറണം, ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണം, നമ്മളിങ്ങനെ അവർക്കെതിരെ ഇങ്ങനെ കുറച്ച് ചാടരുത്, വളരെ വളരെ സംയമനത്തോടെ വളരെ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതൊക്കെ പിണറായി വിജയൻ പറഞ്ഞിട്ട് പിണറായി വിജയൻ പറഞ്ഞു, മാറിയൊക്കെ കടക്കപ്പുറത്ത് ഡാഷിന്റെ മോനെ. അപ്പൊ താഴെ തട്ടിലുള്ള ആൾക്കാരൊക്കെ പിണറായി വിജയനെ അനുകരിക്കാൻ തുടങ്ങി. ആരെയാണ് നമ്മൾ പുറത്താക്കുക? ആരെയാ പുറത്താക്കേണ്ടത്? ഇപ്പൊ പാർട്ടി പറയുന്നത് വെച്ചാൽ താഴെ തട്ടിൽ, അതായത് പിണറായി വിജയന്റെ ഈ ദുശീലങ്ങളൊക്കെ കണ്ടുപിടിച്ച താഴെ ബ്രാഞ്ച് തലത്തിലുള്ള ആരെങ്കിലും ഒക്കെ നമ്മൾ ചിലപ്പോൾ പുറത്താക്കും കേട്ടോ. അതായത് കാരണവന്മാർക്ക് അടുപ്പിലും ആവാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണവന്മാർക്ക് അടുപ്പിലും ആവാം, പക്ഷെ എന്ന് വിചാരിച്ചിട്ട് മരുക്കളൊക്കെ അത് നോക്കി ചെയ്താൽ അബദ്ധമാണ് എന്ന് പണ്ട് കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പണ്ട് കാരണവന്മാര് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. അങ്ങനെ തെലങ്കാന മുഖ്യമന്ത്രിയെ ഡാഷ്മോൻ എന്നാണ് പിണറായി വിജയൻ വിളിച്ചത്. ജി സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമാണെന്നും പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ തോറ്റതിന് ഇതൊക്കെ കാരണമാണ് എന്ന് എല്ലാ ഘടകങ്ങളും ആരോപിച്ചു. തോൽവിക്ക് ഇതൊക്കെ കാരണമാണ് എന്ന്. അതിനൊടുവിൽ സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ എഴുതി ചേർത്തത് ഇങ്ങനെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് സംസ്ഥാന സമിതി തയ്യാറാക്കിയ ഈ അവലോകന റിപ്പോർട്ടിൽ, റിവ്യൂ റിപ്പോർട്ടിൽ എഴുതി വെച്ച എന്താണെന്നറിയോ? നമ്മുടെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും പെരുമാറ്റത്തെ സംബന്ധിച്ച പരാതികൾ പല മേഖലകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ജനസൗഹാർദ്ദപരമായ സമീപനത്തിലേക്ക് നാം സ്വയം മാറേണ്ടതുണ്ട്. ആരുടെയോ പെരുമാറ്റം, അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ആരുടെയോ പെരുമാറ്റം
ആരോ തിരുത്തണം, ആരുടെയോ പെരുമാറ്റം ആരോ തിരുത്തണമെന്ന് ആർക്കും മനസ്സിലാകാത്ത വിധത്തിലുള്ള ഒരു പരാമർശം. വിമർശനത്തിനും സ്വയം വിമർശനത്തിനും പാർട്ടിയിൽ പരിധിയുണ്ട്. ഇങ്ങനെയാണ് ബിജു പരവത്ത് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്, ഈ പരമ്പര അവസാനിപ്പിക്കുന്നത്. നാളെയും തുടരും ഇതിന് ബാക്കി. ഞാൻ ഇത്രയും വിശദമായി പറയാൻ കാരണേ, സി പി എമ്മിലെ നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഇപ്പോഴും സി പി എമ്മിന്റെ അകത്ത് നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കേട്ടോ. ഇപ്പൊ കമ്മ്യൂണിസത്തിന് ഇനി പ്രസക്തി ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ വേറൊരു വിഷയം. എന്തായാലും കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ദർശനത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ നിരവധി സാധാരണക്കാരായ ആൾക്കാർ, പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായ ആൾക്കാർ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവര് ഭയങ്കര മനോവിഷമത്തിലാണ്. അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. ഏറ്റവും അവസാനം അവരാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗതിയുമില്ലാതെ പാർട്ടിക്കെതിരെ ജീവിതത്തിൽ ഇന്നേ വരെ ഈ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന് മാത്രം വോട്ട് ചെയ്ത ആൾക്കാർ ഇപ്രാവശ്യം കൈപ്പത്തിക്ക് കുത്തി, താമരക്ക് കുത്തേണ്ടി വന്നു. അപ്പൊ ഇതാണ് പാർട്ടിക്ക് പറ്റിയ തെറ്റ് എന്ന് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടും ഇവരുടെ ഈ അഴകുഴമ്പൻ നയം, അതായത് ആർക്കോ തെറ്റ് പറ്റി, ഇതെങ്ങനെയൊക്കെയോ തിരുത്തണം, ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ആർക്കാണ് തെറ്റ് പറ്റിയെന്ന് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതാണ് കൂട്ടരെ സ്ഥിതി.